ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2013 റിലീസായ മർഡർ 3 എന്ന ഹിന്ദി ഭാഷയിലുള്ള ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമയെക്കുറിച്ചിട്ടാണ്. സിനിമയുടെ ഫസ്റ്റ് സീനിൽ ചിത്രത്തിലെ നായകനായ വിക്രം കരഞ്ഞുകൊണ്ട് അവന്റെ കാമുകി റോഷ്നി റെക്കോർഡ് ചെയ്തു വെച്ച ഒരു വീഡിയോ കാണുന്നു. അതിൽ റോഷ്നി വിക്രമിനോട് പറയുന്നത്, വിക്രം, എനിക്കും നിനക്കും തമ്മിൽ ഇപ്പോൾ ഒരു പൊരുത്തവും ഇല്ല. അടുത്ത കാലത്തായി നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നേ ഇല്ല. ഇനിയും നമ്മൾ ഈ ബന്ധത്തിൽ തുടരുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് പോകുന്നത്. എത്രയും പെട്ടെന്ന് നീയും എന്നെ മറന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകൂ എന്നാണ്. അത് അവിടെ വെച്ച് കട്ട് ചെയ്ത് വിക്രം 14 മാസം മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. വിക്രവും റോഷ്നിയും സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ എന്ന നഗരത്തിലാണ് താമസിക്കുന്നത്. വിക്രം ഒരു ഫോട്ടോഗ്രാഫറാണ്, റോഷ്നി ഒരു ആർക്കിടെക്റ്റും. ഒരു പരിപാടിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഇവർ ഇരുവരും പരസ്പരം ഇഷ്ടപ്പെട്ട് പ്രണയിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ വിക്രമിന് ഒരു ആഡ് ഏജൻസിയിൽ നിന്ന് ഒരു ഓഫർ വരുന്നു. ഇന്ത്യയിലുള്ള ഒരു ആഡ് ഏജൻസി സൗത്ത് ആഫ്രിക്കയിൽ ഒരു ആഡ് ഷൂട്ട് ചെയ്യുന്നതിനായി വിക്രമിന് ഒരു കരാർ കൊടുക്കുന്നു. എന്നാൽ അവർ വിക്രമിന് ഒരു കണ്ടീഷൻ വെക്കുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ഷൂട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തങ്ങളുടെ കമ്പനിയോടൊപ്പം 1 വർഷം ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് കരാറിൽ ഒപ്പിടാൻ പറയുന്നു. റോഷ്നി കേപ്പ് ടൗണിൽ ജോലി ചെയ്യുന്നതിനാൽ അവൾക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. റോഷ്നിയുടെ ജോലി നിർത്തി അവളെ എങ്ങനെ തന്റെ കൂടെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും എന്ന് വിക്രം ആലോചിക്കുന്നു. എന്നാൽ വിക്രമിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന റോഷ്നി പറയുന്നു, വിക്രം, നിന്നെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഇവിടെ എന്റെ ജോലി രാജിവെച്ച് നിന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്ന് അവിടെ ഏതെങ്കിലും ജോലി കണ്ടുപിടിച്ചോളാം. എനിക്ക് എൻ്റെ ജോലിയേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രണയമാണ് എന്ന്. അങ്ങനെ കേപ്പ് ടൗണിലെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ശേഷം വിക്രം റോഷ്നിയെയും കൂട്ടി ഇന്ത്യയിലേക്ക് താമസം മാറുന്നു. അവർക്ക് താമസിക്കാനായി നഗരത്തിന് പുറത്തുള്ള ഒരു വലിയ ബംഗ്ലാവും വിക്രം വാങ്ങുന്നു. അത് അവിടെ വെച്ച് കട്ട് ചെയ്ത് സിനിമയുടെ കഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിലേക്ക് വരുന്നു. തന്നെ ഉപേക്ഷിച്ചു പോയ റോഷ്നിയെ ഓർത്ത് വിക്രം ഒരുപാട് കുടിക്കാൻ തുടങ്ങുന്നു. അന്ന് രാത്രി വീണ്ടും കുടിക്കാനായി അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. ആ റെസ്റ്റോറൻറ്റിൽ നിഷ എന്നൊരു പെൺകുട്ടി വെയിട്രസ്സായി ജോലി ചെയ്യുന്നുണ്ട്. നിഷ വിക്രമിന്റെ അടുത്ത് ഓർഡർ എടുക്കാനായി വന്നപ്പോൾ അവൻ കരയുന്നത് കാണുന്നു. അങ്ങനെ വിക്രം കുടിച്ച് റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്ന സമയമായിട്ടും അവിടെ നിന്ന് പോകുന്നില്ല. ഒടുവിൽ നിഷ തന്നെ വിക്രമിന്റെ അടുത്തേക്ക് വന്ന്, സർ, റെസ്റ്റോറൻറ്റ് അടയ്ക്കാൻ സമയമായി, ദയവായി ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നു. ശരി എന്ന് പറഞ്ഞ ലഹരിയിൽ വിക്രം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരനുമായി കൂട്ടിയിടിക്കുന്നു. ഇരുവരും തമ്മിൽ സംസാരം വാക്കേറ്റമായി വളർന്ന് വഴക്ക് തുടങ്ങുകയും ആ ചെറുപ്പക്കാരൻ വിക്രമിന്റെ മുഖത്ത് ഇടിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ വിക്രമിന് പരിക്കേറ്റ് മുഖത്ത് നിന്ന് ചോര ഒഴുകാൻ തുടങ്ങുന്നു. പുറത്ത് ബഹളം കേട്ട് ഉടൻ തന്നെ ഓടി വന്ന നിഷ ഇരുവരുടെയും വഴക്ക് തടയുന്നു. ഇപ്പോൾ വിക്രമിന് കാറുണ്ടായിട്ടും അത് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവൻ. അവസാനം നിഷ തന്നെ, സാർ, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ കൂടുതൽ ലഹരിയിലായിരുന്ന വിക്രമിന് തന്റെ വീടിന്റെ വിലാസം പോലും ഓർമ്മയുണ്ടാകുന്നില്ല. അപ്പോൾ എവിടെ കൊണ്ടുപോകണമെന്ന് അറിയാതെ നിഷ വിക്രമിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ വിക്രമിന് ബോധം വരുമ്പോൾ നിഷ അവന് കാപ്പി ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോകുന്നു. എന്നാൽ അതിനിടയിൽ വിക്രം നിഷയോട് ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് തന്റെ കാറിൽ പോകുന്നു. വിക്രമിന് തന്നെ ഉപേക്ഷിച്ചു പോയ റോഷ്നിയെ മറക്കാൻ കഴിയുന്നില്ല. ഇതിനാൽ വിക്രമിനെ തന്റെ ജോലിയിലും ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നു. അവന്റെ ബോസ് അവനെ എപ്പോഴും വഴക്ക് പറയുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റോഷ്നിയെ മറന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് വിക്രമിന് മനസ്സിലാവുന്നു. ഉടൻ തന്നെ റോഷ്നിയോടൊപ്പം മുൻപ് എടുത്തിരുന്ന എല്ലാ ഫോട്ടോകളും പുറത്തേക്ക് വലിച്ചെറിയുന്നു. കൂടാതെ റെസ്റ്റോറൻറ്റിൽ തനിക്ക് സഹായം ചെയ്ത നിഷയെ പോയി കാണുന്നു. നിഷ, ക്ഷമിക്കണം, അന്ന് നിന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഞാൻ അവിടെ നിന്ന് പോകുന്നു. അന്ന് ഞാൻ വേറെന്തോ ടെൻഷനിലായിരുന്നു. നമുക്കിന്ന് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഡിന്നറിന് പോയാലോ എന്ന് വിക്രം നിഷയെ ക്ഷണിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് നിഷയും വിക്രമിനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു എന്നാണ്. ദിവസങ്ങൾ കഴിയുന്തോറും ഇരുവരും സുഹൃത്തുക്കളായി ഒരുമിച്ച് കറങ്ങാൻ തുടങ്ങുന്നു. പിന്നെയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിക്രം റോഷ്നിയെ മറന്ന് ഇപ്പോൾ നിഷയെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. വിക്രമിനെ നേരത്തെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന നിഷയും അവന്റെ പ്രപ്പോസൽ അംഗീകരിക്കുന്നു. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്ത നിഷ വിക്രമിന്റെ ബംഗ്ലാവിലേക്ക് താമസം മാറി അവനോടൊപ്പം ലിവിംഗ് റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നു. അതേ ദിവസം തന്നെ ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുന്നു. ഇതവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അടുത്ത ദിവസം രാവിലെ നിഷ മുഖം കഴുകാനായി കണ്ണാടിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള ടാപ്പിൽ നിന്ന് വിചിത്രമായ ഒരു ശബ്ദം കേൾക്കുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും എലിയായിരിക്കുമെന്ന് കരുതി അത് അവഗണിച്ച നിഷ വിക്രമിനോടൊപ്പം കറങ്ങാനിറങ്ങി. അവന്റെ ബംഗ്ലാവെല്ലാം കാണുന്നു. അങ്ങനെ ഇരുവരും സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുമ്പോൾ വിക്രമിന്റെ ബംഗ്ലാവിലേക്ക് 2 പോലീസുകാർ വരുന്നു. വിക്രമിന്റെ മുൻകാമുകി റോഷ്നി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വീട് വിട്ടു പോയിരുന്നല്ലോ. എത്ര തിരഞ്ഞിട്ടും റോഷ്നിയെ കണ്ടുപിടിക്കാൻ കഴിയാത്തതിനാൽ വിക്രമിനെ ചോദ്യം ചെയ്യാനായി അവർ വന്നിരിക്കുകയാണ്. പോലീസുകാർ വീട്ടിൽ വന്നു പോയത് കണ്ട നിഷ എന്താണ് കാര്യമെന്ന് വിക്രമിനോട് ചോദിക്കുന്നു. അതിന് വിക്രം പറയുന്നുണ്ട്, നിഷ, ഞാൻ ഇതിനു മുമ്പ് റോഷ്നി എന്നൊരു പെൺകുട്ടിയുമായി ബന്ധത്തിലായിരുന്നു. പക്ഷെ അവൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എന്നെ ഉപേക്ഷിച്ച് അവൾ പോയി. അതിനുശേഷം റോഷ്നിയെ കാണാനില്ല. അതുകൊണ്ടാണ് പോലീസുകാർ അന്വേഷിക്കാൻ വന്നത്. വിക്രം മുൻപ് മറ്റൊരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു എന്നറിഞ്ഞപ്പോൾ നിഷ ഞെട്ടിപ്പോകുന്നു. എന്നാൽ വിക്രമിന് ധാരാളം പണം ഉണ്ടായിരുന്നതിനാൽ നിഷ ഒന്നും മിണ്ടാതിരിക്കുന്നു. അതിവിടെ വെച്ച് കട്ട് ചെയ്ത് അന്ന് രാത്രി വിക്രമിന് ഒരു അത്യാവശ്യ ജോലി ഉണ്ടായിരുന്നതിനാൽ നിഷയെ ബംഗ്ലാവിൽ തനിച്ചാക്കി അവൻ പോകുന്നു.
ഇവിടെ നിഷ കുളിക്കുന്ന സമയത്ത് ബാറ്റബിലെ വെള്ളം പെട്ടെന്ന് ഇളകാൻ തുടങ്ങുന്നു. ആരോ കൈകൊണ്ട് ബാറ്റബ് കുലുക്കുന്ന പോലെ നിഷയ്ക്ക് തോന്നുന്നു. പെട്ടെന്ന് പേടിച്ചു പോയ നിഷ ഉടൻ തന്നെ ആ ടബിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി വരുന്നു. അതേസമയം തന്നെ വീട്ടിലെ കറന്റും പെട്ടെന്ന് പോകുന്നുണ്ട്. കൂടുതൽ പേടിച്ചു പോയ നിഷ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങുന്നു. അതേസമയം അവിടെ വന്ന വിക്രം നിഷയെ സമാധാനിപ്പിച്ച് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. നിഷ കരഞ്ഞുകൊണ്ട്, വിക്രം, എനിക്ക് ഈ ബംഗ്ലാവിൽ ഒരുപാട് പേടിയാവുന്നു. ഞാൻ കുളിക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റും ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നി. ദയവായി എന്നെ ഒറ്റയ്ക്ക് നിർത്തി എവിടേക്കും പോകരുത് എന്ന് പറയുന്നു. അതിന് വിക്രം അവളെ സമാധാനിപ്പിച്ചുകൊണ്ട്, നിഷ, നീ പേടിക്കാൻ ഒന്നുമില്ല, ഈ ബംഗ്ലാവിൽ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുന്നു. അതിവിടെ വെച്ച് കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ നിഷ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് സബ് ഇൻസ്പെക്ടർ കബീർ അവിടേക്ക് വരുന്നു. അന്ന് ഞങ്ങൾ അന്വേഷണത്തിനായി വന്നപ്പോൾ നീ വിക്രമിന്റെ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നല്ലോ, നിനക്കും വിക്രമിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ഇരുവരും പ്രണയിക്കുകയാണ് എന്ന് നിഷ പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ കബീർ അവിടെ നിന്ന് പോകുന്നു. പിന്നീടുള്ള സീനിൽ അന്ന് രാത്രി നിഷ വീണ്ടും കുളിക്കാനായി ബാത്റൂമിൽ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ഷവറിൽ നിന്ന് ചൂടുവെള്ളം തനിയെ ഓണായി അവളുടെ പുറമെല്ലാം പൊള്ളുന്നു. അതേസമയം കണ്ണാടിയുടെ അടുത്തുള്ള സിങ്ക് ടാപ്പിൽ നിന്ന് വീണ്ടും ശബ്ദം വരാൻ തുടങ്ങുന്നു. ആ വിചിത്രമായ ശബ്ദം കേട്ട് നിഷ കൂടുതൽ പേടിച്ച് ഉടൻ തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. വിക്രം ജോലി കഴിഞ്ഞ് വരുന്നതും കാത്ത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന് പറയാൻ അവൾ കാത്തിരിക്കുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് ഒരു താക്കോൽ അവൾ കാണുന്നു. ആ താക്കോൽ കാണാൻ വളരെ ഭംഗിയുള്ളതായതുകൊണ്ട് അവൾ അത് ലോക്കറ്റായി കഴുത്തിലിടുന്നു. കുറച്ചു സമയത്തിന് ശേഷം വിക്രം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുന്നു. വീട്ടിൽ നടന്നതെല്ലാം നിഷ അവനോട് പറഞ്ഞിട്ടും വിക്രം അവളുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. ഉടൻ തന്നെ നിഷ വിക്രമിനെ കൂട്ടി കണ്ണാടിയുടെ അടുത്തുള്ള സിങ്ക് ടാപ്പിന്റെ അടുത്തേക്ക് പോകുന്നു. നിഷ പറയുന്ന ശബ്ദം എന്താണെന്ന് വിക്രം നോക്കുമ്പോൾ അവനും പതിയെ ഒരു ശബ്ദം കേൾക്കുന്നു. വിക്രം ചിരിച്ചുകൊണ്ട്, നിഷ ഒരുപക്ഷെ ഏതെങ്കിലും എലി ശബ്ദമുണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് പൈപ്പിൽ എയർ പ്രഷർ കൂടിയതുകൊണ്ടും ഇങ്ങനെ ശബ്ദം വരാം. നീ ഇപ്പോൾ ബംഗ്ലാവിൽ ആരോ ഉണ്ട്, പ്രേതമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അടുത്ത ദിവസം രാവിലെ സബ് ഇൻസ്പെക്ടർ കബീറിന് നഗരത്തിന് പുറത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നുണ്ടെന്ന് വിവരം ലഭിക്കുന്നു. ഉടൻ തന്നെ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ആരോ കത്തിച്ച് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ വിക്രമിനെ വിളിച്ച് അത് റോഷ്നിയുടെ മൃതദേഹമാണോ എന്ന് തിരിച്ചറിയാൻ പറയുന്നു. വിക്രം ഉടൻ തന്നെ പോയി ആ മൃതദേഹം നോക്കുമ്പോൾ അത് റോഷ്നിയുടെ മൃതദേഹം അല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. ഇപ്പോൾ പോലീസിനും വിക്രമിനും റോഷ്നി എവിടെ പോയി എന്ന് മനസ്സിലാകുന്നില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചോ? ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ എവിടെയാണ് എന്നാലോചിച്ച് അവർക്ക് തലവേദനയാവുന്നു. അത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ വിക്രം തിരികെ ബംഗ്ലാവിൽ വന്ന് ബെഡ്റൂമിൽ നിഷയോടൊപ്പം റൊമാൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വെളിപ്പെടുന്നു. ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന ആ കണ്ണാടി യഥാർത്ഥത്തിൽ ഒരു 2-വേ മിറർ ആയിരുന്നു. മിററിന്റെ അപ്പുറത്ത് നിന്ന് പോലീസുകാരെല്ലാം തിരയുന്ന റോഷ്നി ഇവർ ഇരുവരും റൊമാൻസ് ചെയ്യുന്നത് നോക്കുന്നു. ഇപ്പോൾ സിനിമയിൽ യഥാർത്ഥത്തിൽ റോഷ്നിക്ക് എന്ത് സംഭവിച്ചു എന്ന് മറ്റൊരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നു. വിക്രവും റോഷ്നിയും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് താമസം മാറിയല്ലോ. ഒരു ദിവസം വിക്രം തന്റെ കമ്പനിക്കാർ ഒരുക്കിയ പാർട്ടിക്ക് റോഷ്നിയെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ റോഷ്നി വിക്രമിന്റെ ബോസിനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ വിക്രം ലിസ എന്നൊരു പെൺകുട്ടിയുമായി വളരെ അടുത്ത് ഇടപഴകുന്നത് കാണുന്നു. എന്നാൽ വിക്രമിനെ സംശയിക്കാതെ അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കും എന്ന് കരുതി അവൾ സമാധാനിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റോഷ്നി അവർ ഇരുവർക്കും താമസിക്കാനായി നഗരത്തിന് പുറത്ത് ഏതെങ്കിലും ബംഗ്ലാവ് ഉണ്ടോ എന്ന് തിരയുന്നു. അപ്പോഴാണ് ഒരു ബ്രോക്കർ വന്ന് നിഷയും വിക്രവും ഇപ്പോൾ താമസിക്കുന്ന ഈ ബംഗ്ലാവ് വിൽപ്പനയ്ക്കുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ഉടനെ തന്നെ ആ ബംഗ്ലാവിന്റെ ഉടമസ്ഥയായ അഞ്ജല എന്ന ബ്രിട്ടീഷ് സ്ത്രീയെ പോയി കാണുന്നു. ആ ബംഗ്ലാവ് റോഷ്നിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ കാര്യം ഉടൻ തന്നെ വിക്രമിനോട് പറയണമെന്ന് കരുതി അവൻ ആഡ് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ വിക്രം അതേ ലിസ എന്ന പെൺകുട്ടിയോടൊപ്പം കാരവന്റെ അകത്തുണ്ട്. ഇപ്പോൾ വീണ്ടും വിക്രമിനെയും ആ പെൺകുട്ടിയും ഒരുമിച്ച് കണ്ടപ്പോൾ റോഷ്നിക്ക് ദേഷ്യമായിരുന്നു. റോഷ്നി ഈ കാര്യം വിക്രമിനോട് ചോദിച്ചപ്പോൾ ഇരുവരും തമ്മിൽ വഴക്ക് തുടങ്ങുന്നു. എന്നാൽ വിക്രം റോഷ്നിയോട്, നീ വിചാരിക്കുന്ന പോലെ എനിക്കും ആ പെൺകുട്ടിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ മാത്രമാണ്, നീ അവിടേക്ക് വന്നപ്പോൾ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ശേഷം റോഷ്നിയെ സന്തോഷിപ്പിക്കാനായി വിക്രം അവളെ ഗോവയിലേക്ക് ഒരു യാത്ര കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് റോഷ്നി ഒരുപക്ഷെ താനാണ് വിക്രമിനെ വെറുതെ സംശയിച്ചതെന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നു. ഈ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്ത് 2 ദിവസങ്ങൾക്ക് ശേഷം വിക്രമിന്റെ മൊബൈലിലേക്ക് ആ ലിസ വീണ്ടും മെസ്സേജ് അയക്കുന്നത് റോഷ്നി കാണുന്നു. ഇത് കണ്ടപ്പോൾ റോഷ്നിക്ക് വിക്രമിനെ കൂടുതൽ സംശയം തോന്നുന്നു. അതേസമയം വിക്രവും റോഷ്നിയും വാങ്ങിയ ആ ബംഗ്ലാവിന്റെ പണം ഇനിയും തന്റെ ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടില്ലെന്ന് ചോദിച്ചറിയാൻ ആ അഞ്ജല എന്ന സ്ത്രീ വീട്ടിൽ വരുന്നു. റോഷ്നിയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട അഞ്ജല എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ റോഷ്നി തനിക്ക് വിക്രമിനെ കുറിച്ചുള്ള സംശയത്തെക്കുറിച്ച് അവരോട് പറയുന്നു. കൂടാതെ, മാഡം, വിക്രം ലിസ എന്ന പെൺകുട്ടിയുമായി അവിഹിത ബന്ധത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഞാൻ അവന് കാണാൻ കഴിയാത്ത രീതിയിൽ മാറിയാൽ അവൻ എന്ത് ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. റോഷ്നിയുടെ വാക്കുകൾ കേട്ട അഞ്ജല ഒരു ട്വിസ്റ്റ് വെളിപ്പെടുത്തുന്നു. റോഷ്നി, വേണമെങ്കിൽ വിക്രം നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ബംഗ്ലാവിന്റെ അകത്ത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ബംഗ്ലാവിന്റെ അകത്തുള്ള ഒരു രഹസ്യമുറിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ രഹസ്യമുറി ബെഡ്റൂമിനും വാഷ്റൂമിനും പിന്നിലായിരുന്നു. ആ രഹസ്യമുറിയുടെ വാതിൽ ഹാളിലുള്ള ഷോക്കേസിന് പിന്നിലാണ്. ആ രഹസ്യമുറി കണ്ടപ്പോൾ റോഷ്നി അത്ഭുതപ്പെടുന്നു. ആ മുറിയുടെ അകത്ത് എന്താണെന്ന് പോയി നോക്കുമ്പോൾ അവിടെ ഒരു രഹസ്യ 2-വേ മിറർ കാണുന്നു. ആ മിററിലൂടെ ബെഡ്റൂമും വാഷ്റൂമും വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നു. ട്വിസ്റ്റ് എന്തെന്നാൽ ഇവിടെ നിന്ന് പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് എല്ലാം കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് മിററിന്റെ പിന്നിൽ ഒരു രഹസ്യമുറി ഉണ്ടെന്ന്
ഉണ്ടെന്ന് മനസ്സിലാകില്ല. കൂടാതെ രഹസ്യ സ്പീക്കറിലൂടെ പുറത്ത് ആരെല്ലാം എന്തെല്ലാം സംസാരിക്കുന്നുണ്ടോ അതെല്ലാം ഈ മുറിയുടെ അകത്ത് കേൾക്കാൻ സാധിക്കും. എന്നാൽ ഈ മുറിയുടെ അകത്ത് നിന്ന് എത്ര ശബ്ദം ഉണ്ടാക്കിയാലും എത്ര നിലവിളിച്ചാലും പുറത്ത് ആർക്കും കേൾക്കില്ല. ഇതെല്ലാം കണ്ട റോഷ്നി അത്ഭുതപ്പെട്ട് ഈ മുറിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു. അതിന് ആ സ്ത്രീ പറയുന്നത് 1947 ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. ആ സമയത്ത് അഞ്ജലയുടെ അച്ഛൻ ഒരു പ്രൊവിൻസിന്റെ ഗവർണറായി ജോലി ചെയ്യുകയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യക്കാർ തങ്ങളെ ആക്രമിച്ചാൽ രക്ഷപ്പെടാനായിട്ടാണ് ഈ രഹസ്യമുറി പണിതത് എന്ന്. ഇപ്പോൾ ഈ രഹസ്യമുറി കണ്ടപ്പോൾ റോഷ്നിക്ക് ഒരു ആശയം വരുന്നു. ഒരു പക്ഷേ താൻ വിക്രത്തിൽ നിന്ന് അകന്നു പോയാൽ അവൻ എങ്ങനെ പ്രതികരിക്കും എന്ന് ഈ മുറിയുടെ അകത്ത് ഒളിച്ചിരുന്ന് നോക്കണമെന്ന് അവൾ തീരുമാനിക്കുന്നു. എല്ലാം പ്ലാൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആവശ്യമായ ഭക്ഷണവും വെള്ളവും എടുത്ത് ആ മുറിയുടെ അകത്തേക്ക് വെക്കുന്നു. പിന്നീട് നിന്നോട് ഞാൻ ബ്രേക്കപ്പ് ചെയ്യുന്നു എന്നൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ രഹസ്യമുറിയുടെ അകത്തേക്ക് പോകുന്നു. റോഷ്നി റെക്കോർഡ് ചെയ്ത ഈ വീഡിയോയാണ് സിനിമയുടെ ആദ്യത്തെ സീനിൽ നമ്മൾ കണ്ടത്. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം വിക്രം റോഷ്നി തനിക്കായി റെക്കോർഡ് ചെയ്ത ആ വീഡിയോ കണ്ട് ഒരുപാട് ദുഃഖത്തിലാവുന്നു. റോഷ്നി താനുമായി ബ്രേക്കപ്പ് ചെയ്തു എന്നറിഞ്ഞ വിക്രം വീണ്ടും വീണ്ടും അവളെ ഫോൺ വിളിക്കുന്നു. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ഒരുപാട് ദുഃഖത്തോടെ കരയാൻ തുടങ്ങുന്നു. ഇതെല്ലാം ആ മിററിലൂടെ നോക്കിക്കൊണ്ടിരുന്ന റോഷ്നിക്ക് വിക്രം ശരിക്കും തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അതേ സന്തോഷത്തിൽ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി തന്റെ ബാഗിൽ താക്കോലുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. റോഷ്നി ധൃതിയിൽ ആ വാതിലിന്റെ താക്കോൽ പുറത്ത് കളഞ്ഞിട്ട് അകത്ത് നിന്ന് ഡോർ ലോക്ക് ചെയ്തിരുന്നു. താക്കോൽ പുറത്ത് കളഞ്ഞെന്ന് മനസ്സിലായപ്പോൾ റോഷ്നി ഞെട്ടിപ്പോകുന്നു. ഉടനെ തന്നെ ആ വാതിൽ എങ്ങനെയെങ്കിലും തുറക്കാൻ പറ്റുമോ എന്ന് അവർ ശ്രമിക്കുന്നു. എന്നാൽ ആ രഹസ്യമുറിയുടെ വാതിൽ വളരെ ബലമുള്ളതായിരുന്നു. പിന്നീട് വിക്രമിനെ വിളിച്ച് താൻ മുറിയുടെ അകത്തുണ്ടെന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ മുറിയുടെ അകത്ത് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം കഴിയുന്തോറും റോഷ്നിക്ക് മനസ്സിലാവുന്നു താൻ ഈ മുറിയുടെ അകത്ത് കുടുങ്ങിപ്പോയെന്ന്. മറുവശത്ത് വിക്രം റോഷ്നി താനുമായി ബ്രേക്കപ്പ് ചെയ്തു എന്ന് കരുതി ഒരുപാട് കരയുന്നത് കണ്ടപ്പോൾ റോഷ്നിക്ക് കൂടുതൽ വിഷമമാവുന്നു. വിക്രമിനെ സംശയിച്ച് താൻ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയല്ലോ അത് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുന്നു. അത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അടുത്ത ദിവസം രാവിലെ വിക്രം പോലീസ് സ്റ്റേഷനിൽ പോയി റോഷ്നിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നു. ഇവിടെ റോഷ്നി കൊണ്ടുവന്ന ഭക്ഷണവും വെള്ളവും സമയം കഴിയുന്തോറും തീർന്നു പോവാണ്. ഒടുവിൽ വേറെ വഴിയില്ലാതെ റോഷ്നി അവിടെ ഉണ്ടായിരുന്ന ടാപ്പ് ഓപ്പൺ ചെയ്യുന്നു. എന്നാൽ എത്രയോ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന ടാപ്പിൽ നിന്ന് ഒരുപാട് അഴുക്കുള്ള വെള്ളമാണ് വരുന്നത്. മറുവശത്ത് വിക്രം റോഷ്നി താനുമായി ബ്രേക്കപ്പ് ചെയ്തത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയിരുന്നു. അവൻ ഓരോ തവണ ബെഡ്റൂമിലെ കണ്ണാടിയുടെ മുമ്പിൽ വരുമ്പോഴും റോഷ്നി ആ കണ്ണാടിയിൽ അടിച്ച് ഉറക്കെ വിക്രം വിക്രം എന്ന് വിളിക്കുന്നു. സ്വാഭാവികമായും അവൾ എത്ര ഉറക്കെ നിലവിളിച്ചാലും എത്ര ബഹളം ഉണ്ടാക്കിയാലും വിക്രമിന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിക്രം നിഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വിക്രവും നിഷയും റൊമാൻസ് ചെയ്ത് അടുപ്പം കാണിക്കുന്നത് കണ്ട റോഷ്നിക്ക് ഒരുപാട് വിഷമം വന്നു. എന്തൊരു പണിയാണ് ഞാൻ കാണിച്ചത്, എൻ്റെ കൈകളാൽ വിക്രമിനെ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് ദുഃഖത്തിൽ അവൾ കരയാൻ തുടങ്ങുന്നു. അതിവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അടുത്ത ദിവസം രാവിലെ നിഷ മുഖം കഴുകാനായി ആ കണ്ണാടിയുടെ അടുത്തുള്ള സിങ്കിന്റെ അടുത്തേക്ക് വരുന്നു. ഇവിടെ റോഷ്നി ആ ടാപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പൈപ്പിൽ ഉറക്കെ അടിച്ച് നിലവിളിക്കുന്നു. അപ്പുറത്തെ നിഷയ്ക്ക് ടാപ്പിന്റെ അകത്ത് നിന്ന് എന്തോ വിചിത്രമായ ശബ്ദം വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഇതേ സീനാണ് നിഷ ആദ്യമായി വിക്രമിന്റെ ബംഗ്ലാവിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടത്. അങ്ങനെ റോഷ്നി എത്ര ശ്രമിച്ചിട്ടും വിക്രമിനോ നിഷയ്ക്കോ താൻ അകത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ ഒരു ദിവസം റോഷ്നി ഉണ്ടായിരുന്ന ആ രഹസ്യമുറിയുടെ അകത്തുള്ള ടാപ്പിൽ വെള്ളം വരുന്നത് നിൽക്കുന്നു. നേരത്തെ തന്നെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന റോഷ്നി ആ ടാപ്പിൽ ഉറക്കെ തല്ലാൻ തുടങ്ങുന്നു. അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് ബാത്റൂമിൽ നിഷ കുളിക്കുകയായിരുന്നു. അപ്പുറത്ത് റോഷ്നി ഉറക്കെ ആ ടാപ്പിൽ തല്ലി കരയുന്നത് കാരണം ഇപ്പുറത്ത് ബാത്ടബിലെ വെള്ളം ഇളകാൻ തുടങ്ങുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട നിഷയാകട്ടെ വീട്ടിൽ ആരും ഉണ്ടെന്ന് പേടിച്ച് പുറത്തേക്ക് ഓടിപ്പോയിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും റോഷ്നിക്ക് ഈ നിഷ വിക്രമിനോടൊപ്പം റൊമാൻസ് ചെയ്യുന്നതും അടുപ്പം കാണിക്കുന്നതും കണ്ടപ്പോൾ ദേഷ്യം കൂടുന്നു. മറുവശത്ത് നിഷയ്ക്ക് ഒരു ചെടിയിൽ നിന്ന് ഒരു താക്കോൽ കിട്ടിയിരുന്നല്ലോ. അതേ താക്കോൽ തന്നെയാണ് റോഷ്നി അകത്തേക്ക് വരുന്ന ധൃതിയിൽ പുറത്ത് കളഞ്ഞിരുന്നത്. പിന്നീട് ഒരു ദിവസം വിക്രവും മിററിന്റെ അടുത്തൊക്കെ വന്നപ്പോൾ സിങ്കിൽ അവനും വിചിത്രമായ ശബ്ദം കേട്ടിരുന്നു. ആ സമയത്തും റോഷ്നി താൻ അകത്തുണ്ടെന്ന് പറയാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ഒരു ദിവസം സബ് ഇൻസ്പെക്ടർ കബീറിനെ വിക്രമിന്റെ ഒരു മൃതദേഹം തിരിച്ചറിയാനായി വിളിച്ചിരുന്നല്ലോ. ആ സമയത്ത് നിഷ വാഷ്റൂമിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ആ സിങ്കിന്റെ അടുത്ത് വീണ്ടും ശബ്ദം കേൾക്കുന്നു. സിങ്കിന്റെ ടാപ്പിൽ വീണ്ടും വീണ്ടും ശബ്ദം വരുന്നത് കണ്ട നിഷയ്ക്ക് സംശയം തോന്നുന്നു. ഈ മിററിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ഒരുപക്ഷെ ഉണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന് റോഷ്നി അവിടെ ഉണ്ടായിരുന്ന പൈപ്പ് കൊണ്ട് ഉറക്കെ അടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നു. ഇത് കണ്ട നിഷയ്ക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലാവുന്നു. അകത്തുള്ളത് റോഷ്നിയാണോ, ഒരുപക്ഷെ അതെങ്കിൽ വീണ്ടും ശബ്ദം ഉണ്ടാക്കൂ എന്ന് പറയുന്നു. ഉടൻ തന്നെ റോഷ്നി വീണ്ടും പൈപ്പ് കൊണ്ട് ഉറക്കെ അടിക്കുന്നു. അപ്പോൾ സിങ്കിൽ ഉണ്ടായിരുന്ന വെള്ളം ഉറക്കെ ഇളകുന്നു. അത് കണ്ടപ്പോൾ നിഷ ഞെട്ടിപ്പോവാണ്. അങ്ങനെയാണെങ്കിൽ വിക്രമിന്റെ കാമുകി റോഷ്നി എവിടെയും പോയിട്ടില്ല, അവൾ മിററിന്റെ പിന്നിലുള്ള മുറിയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ഉറപ്പാവുന്നു. കൂടാതെ തനിക്ക് കിട്ടിയ ആ താക്കോൽ ആ രഹസ്യമുറിയുടെ താക്കോലാണെന്നും ഉറപ്പാക്കുന്നു. ഉടൻ തന്നെ വീടെല്ലാം തിരഞ്ഞപ്പോൾ ഹാളിൽ ആ രഹസ്യമുറിയുടെ വാതിലുണ്ടെന്ന് മനസ്സിലാവുന്നു. ഉടനെ തന്നെ പോയി വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോൾ നിഷയുടെ തലയിൽ ഒരു ചിന്ത വരുന്നുണ്ട്. താൻ പ്രണയിച്ച റോഷ്നി തന്നെ ഉപേക്ഷിച്ചു പോയതുകൊണ്ടല്ലേ വിക്രം തന്നോടൊപ്പം ബന്ധത്തിലായത്. ഇപ്പോൾ റോഷ്നി എവിടെയും പോയിട്ടില്ല, എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും ഞാനുമായിട്ട് വേർപിരിയും. അവൾക്ക് പണത്തോടുള്ള ആർത്തി കാരണം അവൻ തന്നിൽ നിന്ന് അകന്നു പോകരുന്നത് കരുതി വാതിൽ തുറക്കാതെ നിഷ മിണ്ടാതിരിക്കുന്നു. ഈ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ കാത്തിരുന്ന റോഷ്നിക്ക് നിഷ വാതിൽ തുറക്കില്ലെന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ ഞെട്ടിപ്പോകുന്നു.
അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും റോഷ്നിക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആരോഗ്യനില മോശമാവാൻ തുടങ്ങുന്നു. അതിവിടെ വെച്ച് കട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സബ് ഇൻസ്പെക്ടർ കബീർ നിഷയെ കണ്ട് ഒരു ഫയൽ കൊടുക്കുന്നു. ആ ഫയൽ തുറന്നു നോക്കുമ്പോൾ അതിന്റെ അകത്തുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോകൾ കണ്ട നിഷ ഞെട്ടിപ്പോകുന്നു. പിന്നീട് പെട്ടെന്ന് നിഷ ആ രഹസ്യമുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നു. നിഷ അകത്തേക്ക് പോയപ്പോൾ റോഷ്നി അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് കുപ്പി കൊണ്ട് അവളുടെ തലക്കടിക്കുന്നു. ഇതിനാൽ നിഷ അവിടെ ബോധരഹിതയായി വീണു പോകുന്നു. ഉടൻ തന്നെ റോഷ്നി നിഷയെ അതേ മുറിയിൽ പൂട്ടിയിട്ട് പുറത്തു വന്ന് വാതിൽ ലോക്ക് ചെയ്യുന്നു. ശേഷം സബ് ഇൻസ്പെക്ടർ കബീർ നിഷയ്ക്ക് കുറച്ച് ഫോട്ടോകൾ കൊടുത്തിരുന്നല്ലോ. ആ ഫോട്ടോകളിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് നോക്കുമ്പോൾ റോഷ്നി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംശയിച്ചതുപോലെ വിക്രം ലിസയുമായി അഭിഹിത ബന്ധത്തിലായിരുന്നു. വിക്രം ലിസയുമായി റൊമാൻസ് ചെയ്യുന്ന ഫോട്ടോകൾ കബീർ രഹസ്യമായി എടുത്തതാണ്. ആ ഫോട്ടോകൾ കണ്ടപ്പോൾ വിക്രം ഇത്രയും മോശം ആളായിരുന്നു എന്ന് റോഷ്നിക്ക് ഒരുപാട് സങ്കടമാവുന്നു. പിന്നീട് വിക്രം ആ ഫോട്ടോകൾ കാണാനായി സിംഗിന്റെ അടുത്ത് ആ ഫോട്ടോകൾ വെച്ച് റോഷ്നി അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിഷയെ കൊലപ്പെടുത്തിയത് ഈ വിക്രമാണെന്ന് പറഞ്ഞ് കുറച്ച് തെളിവുകൾ ഉണ്ടാക്കുന്നു. മറുവശത്ത് സബ് ഇൻസ്പെക്ടർ കബീർ ആദ്യം റോഷ്നിയും ഇപ്പോൾ നിഷയും കാണാതായതിനു പിന്നിൽ വിക്രമിന്റെ കൈകളുണ്ടെന്ന് മനസ്സിലാക്കി അവനെ അറസ്റ്റ് ചെയ്യാനായി ബംഗ്ലാവിലെത്തുന്നു. മറുവശത്ത് അതേ സമയത്ത് ആ രഹസ്യമുറിയുടെ അകത്തുണ്ടായിരുന്ന നിഷയ്ക്ക് ബോധം വരുന്നു. ആ മിററിന്റെ അടുത്തേക്ക് വന്ന് ഉറക്കെ അടിച്ച് ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ എവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്നു. എന്നാൽ സ്വാഭാവികമായും അവൾ എത്ര നിലവിളിച്ചാലും അകത്ത് നിഷ ഉണ്ടെന്ന് വിക്രമിനോ പോലീസുകാർക്കോ മനസ്സിലാകുന്നില്ല. സിനിമയുടെ അവസാനം റോഷ്നി വിക്രമിന്റെ എല്ലാ ഫോട്ടോകളും കീറിക്കളഞ്ഞ് സൗത്ത് ആഫ്രിക്കയിലേക്ക് തിരികെ പോയി ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമയുടെ കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.